Next topic, derive the expression for fundamental frequency of vibration of a stretched string. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത്. നമ്മൾ ആദ്യം ഒരു സ്ട്രിങ് കൺസിഡർ ചെയ്യുക. ആ സ്ട്രിങ്ങിലൂടെയുള്ള ഒരു വേവ് പൾസാണ് ഈ ഫിഗറിൽ കാണിച്ചേക്കുന്നത്. എക്സ് ആക്സിസിൽ എക്സ് എടുത്തേക്കുന്നു, വൈയിൽ സൈ ആണ് എടുത്തേക്കുന്നത്. സൈ ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ. അപ്പോൾ ആ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് നോക്കിക്കേ. കൺസിഡർ എ ലോങ് യൂണിഫോം സ്ട്രെച്ച്ഡ് സ്ട്രിങ് ഹാവിങ് ടെൻഷൻ ടി. നമ്മളൊരു സ്ട്രിങ് കൺസിഡർ ചെയ്യുന്നു. ആ സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ ടി എന്ന് പറയുന്നത് യൂണിഫോം ടെൻഷനാണ്. അതായത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എല്ലാ പോയിന്റിലും ഒന്ന് തന്നെയാണ്. ഓൺ പ്ലക്കിംഗ് ദി സ്ട്രിങ് എ വേവ് പൾസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇറ്റ് ട്രാവൽസ് എലോങ് ദി സ്ട്രിങ്. നമ്മൾ ഈ സ്ട്രിങ്ങിനെ ഒന്ന് പ്ലക്ക് ചെയ്താൽ, അതായത് ഒന്ന് ചേഞ്ച് ചെയ്താൽ ഒരു വേവ് പൾസ് നമുക്കവിടെ കാണാൻ കഴിയും. ദ പാർട്ടിക്കിൾസ് ആർ വൈബ്രേറ്റിംഗ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, therefore it is transverse in nature. ഇവിടെ പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷൻ പെർപെൻഡിക്കുലർ ആണ്, അതുകൊണ്ട് ഇതിൻ്റെ പേരെന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് എന്നാണ്. therefore ഇതിൻ്റെ നെയിം ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ് എന്നാണ്. അപ്പോൾ ഒരു സ്ട്രിങ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ഹാവിങ് ടെൻഷൻ ടി ആൻഡ് എ വേവ് പൾസ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഹിയർ ദ വേവ് ഈസ് ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ. ഇതാണ് നമ്മൾ ഫസ്റ്റ് പറയുന്ന പോയിന്റ്. ഈ വേവ് പൾസിൽ നമ്മൾ രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ 2 പോയിന്റ്സ് P1 ആൻഡ് P2. They are separated by a very small distance delta x. ഇവിടെ രണ്ട് പോയിന്റ് P1 ഉം P2 എടുക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള സെപ്പറേഷൻ ഡെൽറ്റ എക്സ് ആണ്. P1 ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ ഒറിജിൻ. P1 എന്ന് പറയുന്ന പോയിന്റ് എക്സ് ഡിസ്റ്റൻസ് അകലെയാണ്. ആൻഡ് ദ പോയിന്റ് P2 ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഫ്രം ദ ഒറിജിൻ. അപ്പോൾ P1 എക്സ് ഡിസ്റ്റൻസിലാണ്, P2 എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസിലാണ്. ഇനി P1 നമ്മൾ ഒരു ടാൻജൻറ്റ് വരയ്ക്കും, ദാറ്റ് ഈസ് ടി ടാൻജൻറ്റ് വരയ്ക്കും. ദെൻ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും വരച്ചിട്ടുണ്ട്. വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇവിടെ θ1 ഉം θ2 ആണ് ആംഗിൾ. ടാൻജൻറ്റും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും തമ്മിലുള്ള ആംഗിൾ θ1. ഇവിടെ അറ്റ് ദ പോയിന്റ് P2 ആംഗിൾ ഈസ് θ2. അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കൽ കമ്പോണൻറ്റ് T സൈൻ θ1, T സൈൻ θ2. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ഫിഗറിൽ മാർക്ക് ചെയ്യണം. ഒന്നുകൂടി പറയാം. ഒരു വേവ് പൾസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിൽ കൺസിഡർ 2 പോയിന്റ്സ് P1 ആൻഡ് P2. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ്. P1 is at a distance x from the origin and P2 is at a distance x plus delta x from the origin. ഇവിടെ y ആക്സിസിൽ നമ്മൾ സൈ ആണ് എടുക്കണേ. ഇനി ഈ രണ്ട് പോയിന്റിൽ നമ്മൾ 3 ലൈൻസ് വരയ്ക്കും. ഒന്ന് ടാൻജൻറ്റ് ടി. നോക്കിക്കേ, ടി ഒരിടത്ത് T1 ഉം T2 എന്നൊന്നും എഴുതരുത്, രണ്ടും ടി തന്നെയാണ്. കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞു, സ്ട്രിങ്ങിലെ ഏത് പോയിന്റ് എടുത്താലും ടി സെയിം ആണെന്ന് പറഞ്ഞു. ഇവിടെ ടി മാർക്ക് ചെയ്യാം. ഇനി ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ ഇവിടെ θ1 ആണ്, അവിടെ θ2 ആണ്. θ1 θ2. ഇനി വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഇവിടെ T സൈൻ θ1, ഇവിടെ T സൈൻ θ2. ദെൻ അതൊക്കെയാണ് ഈ സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ പറയുന്നത്. കൺസിഡർ 2 നെയ്ബറിംഗ് പോയിന്റ്സ് P1 ആൻഡ് P2 സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ്. ടെൻഷൻ ഈസ് യൂണിഫോം ആൻഡ് ഈസ് ഡയറക്റ്റഡ് ഓപ്പോസിറ്റ് അറ്റ് ദ പോയിന്റ് P1 ആൻഡ് P2. ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരേ ഫോഴ്സ് ഈക്വലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ടി ഒന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഒന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ദെൻ T സൈൻ θ1 ആൻഡ് T സൈൻ θ2 ആർ ദ വെർട്ടിക്കൽ കമ്പോണൻറ്റ് അറ്റ് ദ പോയിന്റ് P1 ആൻഡ് P2. θ1 ആൻഡ് θ2 ആർ ദ ആംഗിൾ ബിറ്റ്വീൻ ദം. ദെൻ ഫോഴ്സ് ഓൺ ദ എലമെൻറ്റ് P1 P2. ഈ P1 P2 ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫോഴ്സ് ഓൺ ദ എലമെൻറ്റ് P1 P2 ദാറ്റ് ഈസ് F ഈക്വൽ ടു T സൈൻ θ2 മൈനസ് T സൈൻ θ1. ടി ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്. ഇവിടെ T സൈൻ θ2 ആണ് ഫോഴ്സ്, ഇവിടെ T സൈൻ θ1 ആണ്. അപ്പോൾ രണ്ടും കൂടി പ്ലസ് ഇടുന്നതിന് പകരം മൈനസ് വന്നതിൻ്റെ കാര്യം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് F ഈക്വൽ ടു T സൈൻ θ2 മൈനസ് T സൈൻ θ1. ടി കോമൺ എടുത്താൽ സൈൻ θ2 മൈനസ്, ഇവിടെ ടി ഇല്ല കേട്ടോ, സൈൻ θ1 ആണ്. കോമൺ എടുത്താൽ T സൈൻ θ2 മൈനസ് സൈൻ θ1. ഇനി തീറ്റ സ്മോൾ ആണെങ്കിൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 നോക്കിക്കേ. എഫ് ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു ടാൻ θ2 മൈനസ് ടാൻ θ1. ഫോഴ്സ് എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ എഫിനെ നമ്മൾ മാറ്റാൻ പോവാം. മാസ് ഇൻറ്റു ആക്സിലറേഷൻ, അതായത് എം ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ. ആക്സിലറേഷനെ എ എന്നല്ല എഴുതുന്നത്, ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഡെൽറ്റ എക്സും കൂടി നമ്മൾ എഴുതും. ഇക്വേഷൻ നമ്പർ 2 നോക്കിക്കേ. എഫ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഡെൽറ്റ എക്സ്. അങ്ങനെ എഴുതാൻ കാര്യം എം ഈസ് ദ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അതായത് എം എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള മാസമല്ല, ഒരു യൂണിറ്റ് ലെങ്തിലെ മാസം ആണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്തും കൂടെ എഴുതാം, ഡെൽറ്റ എക്സും കൂടെ എഴുതാം. അപ്പോഴേ ടോട്ടൽ മാസ് ആവും. അപ്പോൾ എം ഈസ് ദ മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് കൊണ്ടാണ് ഇവിടെ എന്തെന്ന് എഴുതുന്നത്, എമ്മിൻ്റെ കൂടെ ഡെൽറ്റ എക്സും കൂടെ എഴുതേണ്ടി വരുന്നത്.
ഇനി റൈറ്റ് സൈഡിൽ ടാൻ തീറ്റ അല്ലേ, ടാൻ തീറ്റ എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് y/x. ഇവിടെ yക്ക് പകരം ∂ψ/∂x അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് എഴുതിയാൽ ടാൻ തീറ്റ 2 ആൻഡ് ടാൻ തീറ്റ 1 ഇസ് ഈക്വൽ ടു ∂ψ/∂x അറ്റ് എക്സ് എന്നാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ടാൻ തീറ്റ 2 ഇസ് ഈക്വൽ ടു ∂ψ/∂x അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആൻഡ് ടാൻ തീറ്റ 1 ഇസ് ഈക്വൽ ടു ∂ψ/∂x അറ്റ് എക്സ്. അത് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു y/x എന്നുള്ള കൺസെപ്റ്റാണ്, അത് മറക്കരുത്. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു y/x എന്നുള്ള കൺസെപ്റ്റാണ് ഇവിടെ മേളിൽ എഴുതിയത്. എഫ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നും, ഇത്രയേ ഉള്ളൂ. അത് രണ്ടും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മൾ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡെൽറ്റ എക്സിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി, ടീനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ m/t ഇൻറ്റു ∂2ψ/∂t² ഇസ് ഈക്വൽ ടു ഇങ്ങനെ വരും. ഈ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ m/t ∂2ψ/∂t² ഇസ് ഈക്വൽ ടു ∂2ψ/∂x² എന്ന് എഴുതാം. അപ്പോൾ ഈ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷനാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. f(x + Δx - f(x/Δx) എന്ന് വെച്ചാൽ f ഡാഷ് ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണെങ്കിൽ ആൻസർ സെക്കൻഡ് ഡെറിവേറ്റീവ്. ഇനി ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്പർ 4 നമുക്ക് കിട്ടും. ∂2ψ/∂x² ഇസ് ഈക്വൽ ടു m/t ഇൻറ്റു ∂2ψ/∂t². കമ്പയറിങ് ഇറ്റ് വിത്ത് ദ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ∂2ψ/∂x² ഇസ് ഈക്വൽ ടു 1/v², ∂2ψ/∂t² എന്ന് കിട്ടും. 1/v² ഇസ് ഈക്വൽ ടു m/t. രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ 1/v² m/t, v² t/m റെസിപ്രോക്കൽ എടുത്തു. അപ്പോൾ v² ഇസ് ഈക്വൽ ടു t/m, v ഇസ് ഈക്വൽ ടു √t/m. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, വെലോസിറ്റിയുടെ ഇക്വേഷൻ. നോക്കിക്കേ, ഇനി m/t എന്ന് വെച്ചാൽ നമുക്ക് ഡയമെൻഷൻ എഴുതി ചെയ്യുമ്പോഴും 1/v² കിട്ടും കേട്ടോ. ഇങ്ങനെ കമ്പയർ ചെയ്യാതെ m/tയുടെ ഡയമെൻഷൻ എഴുതി ചെയ്തതാണ് ഈ റൈറ്റ് സൈഡിൽ കാണിച്ചേക്കുന്നത്. അപ്പോഴും നമുക്ക് 1/v² എന്ന് കിട്ടും. അടുത്ത വേവ് പൾസ് വരച്ചിട്ടുണ്ട്, L ലെങ്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഒരു വേവ് മൊത്തത്തിലായാലാണ് കംപ്ലീറ്റ് ആയെങ്കിലേ ലാംഡ ആവും. അതായത് L 2 പ്രാവശ്യം വന്നെങ്കിലേ ലാംഡയ്ക്ക് ഈക്വൽ ആവും. അതായത് ലാംഡ ഇസ് ഈക്വൽ ടു 2L എന്ന് എഴുതാം. ലാംഡ ഇസ് ഈക്വൽ ടു 2L. വി ഇസ് ഈക്വൽ ടു എഫ് ലാംഡ എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വി ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു 2L എന്ന് എഴുതാം. വിയുടെ ഇക്വേഷൻ ഇതാ ഇപ്പം മേളിൽ കിട്ടി, √t/m. അതിൽ നമുക്ക് ന്യൂ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, 1/2L ഇൻറ്റു √t. അതായത് എഫ് ഈക്വൽ ടു 1/2L ഇൻറ്റു √t/m. ഫ്രീക്വൻസിയുടെ ഇക്വേഷനാണ് എഫ് ഇസ് ഈക്വൽ ടു 1/2L ഇൻറ്റു √t/m. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. ഇതാണ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. ഇത് ഡിറൈവ് ചെയ്യാനാണ് എക്സാമിന് ചോദിക്കുന്നത്. ഇതൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കുക. ദെൻ ലോസ് ഓഫ് വൈബ്രേഷൻ ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. 3 ലോസ് ഉണ്ട്. ഈ ഇക്വേഷനകത്ത് 2 പാരാമീറ്റേഴ്സ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നു. ഇഫ് ടി ആൻഡ് എം ആർ കോൺസ്റ്റൻറ്റ്, ടിയും എമ്മും കോൺസ്റ്റൻ്റ് ആയാൽ ന്യൂ പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് എഴുതാം, 1/L. അപ്പോൾ എഫ് എന്നും എഴുതാം, ന്യൂ എന്നും എഴുതാം കേട്ടോ. അപ്പോൾ FL ഇൻറ്റു L ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അടുത്ത 2 പാരാമീറ്റേഴ്സ് എല്ലും എമ്മും കോൺസ്റ്റൻ്റ് ആയാൽ F പ്രൊപ്പോർഷണൽ ടു √t. ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മളത് പറയുന്നത്. എല്ലും ടിയും കോൺസ്റ്റൻ്റ് ആയാൽ ന്യൂ ഓർ എഫ് പ്രൊപ്പോർഷണൽ ടു 1/√m എന്ന് പറയും. ഏതെങ്കിലും 2 വാല്യൂ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട് 3ന് പ്രൊപ്പോർഷണൽ ഇട്ട് എഴുതുന്നു. അതാണ് ഈ 3 ലോസ്. അതുപോലെ എല്ലും എമ്മും കോൺസ്റ്റൻ്റ് ആയാൽ F പ്രൊപ്പോർഷണൽ ടു √t, F/√t ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അടുത്ത എല്ലും ടിയും കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ F പ്രൊപ്പോർഷണൽ ടു 1/√m, F ഇൻറ്റു √m ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇതാണ് ലാസ് ഓഫ് വൈബ്രേഷൻ ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്. ഈ ഫിഗറിന് പ്രത്യേക മാർക്കുണ്ട്. ഈ ഫിഗർ കറക്റ്റായിട്ട് വരയ്ക്കുക, P1 P2 ഒക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ പറ്റിയുള്ള പോയിൻറ്റ്സുകളാണ് ഈ എഴുതുന്നത്. ഈ ഫിഗർ വരച്ചതിന് ശേഷം ചിലരാണെങ്കിൽ നേരിട്ട് ഈ ഡെറിവേഷനിലോട്ട് പോകും. എഫ് ഇസ് ഈക്വൽ ടു ടി സൈൻ θ2 മൈനസ് ടി സൈൻ θ1. അങ്ങനെ എഴുതരുത്. കാര്യം ഇതിന് ഇത്രയും എഴുതുന്നതിന് 3 മാർക്ക് നിങ്ങൾക്ക് ഉള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് ഇത്രയും എഴുതാത്ത ഒരാൾക്ക് 10ൽ 3 മാർക്സ് കുറഞ്ഞിട്ടേ മാർക്ക് കിട്ടത്തുള്ളൂ, 7 ഒക്കെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഈ പാരഗ്രാഫ് എഴുതുന്നത് ഒരു പാടുമില്ല. ഈ പറയുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഇതാണ്, എഫ് ഇസ് ഈക്വൽ ടു ടി സൈൻ θ2 മൈനസ് ടി സൈൻ θ1. ടി കോമൺ എടുത്തു, സൈൻ θ2 മൈനസ് സൈൻ θ1 എന്ന് എഴുതും. തീറ്റ സ്മോൾ ആണെങ്കിൽ സൈൻ θ ബിക്കം ടാൻ θ. അത്ര എഴുതിയിട്ട് എഫിന് പകരം മാസ് ഇൻറ്റു ആക്സിലറേഷൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലൊരു ഡെൽറ്റ എക്സും കൂടെ കൊടുക്കണം, മറക്കരുത്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ എഴുതിയിട്ട് ഡെൽറ്റ എക്സ് കൊടുത്തു. പിന്നെ ടാൻ തീറ്റയ്ക്ക് പകരം y/x എന്ന് കൊടുത്തു. y/x എന്ന് കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് എഴുതണം. ഇത് സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ഇക്വേഷനാണ്. എന്നിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിയുടെ ഇക്വേഷൻ കിട്ടും. ഇനി ഈ ലാംഡയ്ക്ക് 2L എന്ന് എഴുതി എഫ് ലാംഡ, v ഇസ് ഈക്വൽ ടു എഫ് ലാംഡ എന്ന് എഴുതുമ്പോൾ എഫിൻ്റെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ അത് വളരെ ഈസിയാണ്. അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിക്കുക. ഓക്കെ.